പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തില് നമുക്ക് രണ്ട് നിലവാരത്തിലെ കാര്യങ്ങൾ കാണാൻ കഴിയും. അതായത് നമുക്ക് ന്യായപ്രമാണ കാലഘട്ടം മുതൽ യേശുക്രിസ്തു വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവം അവർക്ക് പ്രമാണങ്ങളെ കൊടുത്തു. ആ പ്രമാണങ്ങളെ അനുസരിക്കാനായിട്ട് അവരോട് കൽപ്പിച്ചു. ആ പ്രമാണങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യകത അവരോട് പറഞ്ഞു. ആ പ്രമാണം അനുസരിച്ചാൽ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ച് അവരോട് പറഞ്ഞു. എന്നാൽ അത് ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷാവിധികളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം അരുളപ്പാടിലൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. മോശ ജനത്തിന് അതെല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മോശ പറഞ്ഞതനുസരിച്ചായിരുന്നു പിന്നെ അവരുടെ ജീവിത കാലഘട്ടങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തെ പോലും അവര് നിയന്ത്രിച്ചിരുന്ന ന്യായപ്രമാണം വെച്ചുകൊണ്ട്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളെ പോലും അവരെ നിയന്ത്രിച്ചത്, അവർ കണ്ടുകൊണ്ടിരുന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ വെച്ചുകൊണ്ട്. ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. അതായിരുന്നു അവരുടെ എല്ലാത്തിന്റെയും ഏറ്റവും ടോപ്പ് ലെവലിൽ അവർ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനാനന്തരം യേശുക്രിസ്തുവിനെ അവർ ദേവാലയത്തിലേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് കൊണ്ടുപോയി ന്യായപ്രമാണ പ്രകാരം. അപ്പൊ അവിടെ യേശുവിന്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ യേശുവിന്റെ ജനനം മുതലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഓരോ ഘട്ടങ്ങളിലും അവര് ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം എന്ത് പറഞ്ഞിരുന്നോ അതനുസരിച്ചായിരുന്നു അവർ ഓരോ സ്റ്റെപ്പിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും അല്ലെങ്കിൽ യേശുവിന് വിരോധമായി കുറ്റം ആരോപിച്ചപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം ഇത്: ഞങ്ങൾക്കൊരു ന്യായപ്രമാണം. ആ ന്യായപ്രമാണം അനുസരിച്ച് ഇവൻ ദൈവത്തോട് സമനാക്കി, അതുകൊണ്ട് ഇവനെ കൊന്നുകളയും. അപ്പൊ അവർക്ക് അവരുടെ ആ യാത്രയിൽ അവരുടെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർ നിലനിൽക്കുമ്പോഴും അവരുടെ ഏറ്റവും പരമപ്രധാനമായ ശ്രദ്ധ, ഫോക്കസ് അവര് ന്യായപ്രമാണത്തിലായിരുന്നു. ന്യായപ്രമാണം എന്തു പറയുന്നു അത് അവരനുസരിക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങളെ ചെയ്യുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങളെ അച്ചിട്ടായിട്ട് അതുപോലെ അനുസരിക്കുന്ന കാര്യത്തിൽ അവർ നിർബന്ധമുള്ളവരായിരുന്നു. എന്നാലും നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നെങ്കിലാണ് ന്യായപ്രമാണത്തിന്റെ ജഡത്തിന്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പൊ ന്യായപ്രമാണം അവർക്ക് ദൈവം നൽകിയത് ജീവിക്കാൻ ജീവനായി നൽകിയ പ്രമാണം എനിക്ക് മരണകാരണമായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം ആ ജീവനായി നൽകിയ പ്രമാണം, അപ്പൊ പ്രമാണം നൽകിയത് ജീവന് വേണ്ടിയിട്ടാണ്. പക്ഷേ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് അത് കഴിയാതെ പോയി. ന്യായപ്രമാണത്തിന് നിവർത്തിക്കാൻ പറ്റില്ല. കാരണം അതിന് മുന്നോടിയായി നിന്നത് ജഡത്തിന്റെ ബലഹീനത കൊണ്ട് അവർക്ക് ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനത്തില് അതിന്റെ 8-ാം അധ്യായത്തിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് ആരംഭിക്കുന്ന 8-ാം അധ്യായത്തില് അതിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ അവിടെ ന്യായപ്രമാണത്തിന് പ്രാപ്തിയുള്ളതാ. കാരണം ന്യായപ്രമാണം ആത്മീകമെന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. പക്ഷേ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണം കൽപ്പിച്ചിരുന്ന കാര്യങ്ങളെ ചെയ്യാൻ കഴിയാം. നമുക്ക് എബ്രായ ലേഖനത്തില് 11-ാം അധ്യായം വിശ്വാസത്തെ കുറിച്ച് വളരെ നല്ല പോലെ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായി വിശദീകരിച്ചിരിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു: ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പൊ ഇവിടെ പറയുന്ന ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവർക്ക് സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല. അതായത് ന്യായപ്രമാണം ഉണ്ട് അവർക്ക്,
ന്യായപ്രമാണം ഇത് ചെയ്യണം ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവര് ശ്രമിച്ചു എന്നതിനപ്പുറത്ത് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിത്വം അവരിൽ പണിതെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതായത് മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, ഇതൊക്കെ പറഞ്ഞപ്പോ അതെല്ലാം ഇവര് ചെയ്തു. ആ പാപങ്ങളെല്ലാം ഇവരിൽ സംഭവിച്ചു. പക്ഷെ അവര് ചെന്ന് യാഗം അർപ്പിച്ചപ്പോ അവർക്ക് ന്യായപ്രമാണ പ്രകാരമുള്ള യാഗം നിമിത്തം അവർക്ക് ആ ഒരു തെറ്റ് ക്ഷമിച്ചു കിട്ടി. പക്ഷേ വീണ്ടും അവര് തെറ്റുകൾ ആവർത്തിക്കും, അവരുടെ അകത്ത് വീണ്ടും കുറ്റബോധമുണ്ട്. കാരണം അവർക്ക് ഒരിക്കൽ പോലും ആ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന നിലയിലുള്ള വ്യക്തികളായി വളരാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ജഡം ബലഹീനമാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലാണ് ഇവർ നീതീകരിക്കപ്പെടാനായിട്ട് ഇവർ ഓടിയത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്നത്, അവര് പ്രവർത്തികളിൽ ആശ്രയിച്ചത് കൊണ്ട് അവർ നീതീകരിക്കപ്പെട്ടില്ല. 9-ാം അധ്യായം 30-ാം വാക്യം, ആകയാൽ നാം എന്തു പറയുന്നു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി ഇടറി. അപ്പൊ അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ അവർ ആശ്രയിച്ചു. അവർക്കൊരു പ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യണം. അത് അവർക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ് ആ പ്രമാണം. അവരത് പരമാവധി അവരുടെ ശ്രമം മുഴുവൻ അതിന്റെ മേലിട്ടു, എങ്ങനെയെങ്കിലും അതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അവർക്കത് സാധിക്കാതെ പോയി. അവർ ചെയ്യാനുള്ള പരമാവധി ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അതിന് ഫ്രൂട്ട് ഉണ്ടായില്ല, അതിന് ഫലം ഉണ്ടായില്ല. അങ്ങനെ ആ ഫലമില്ലായ്മ, ആ ഫ്രൂട്ടില്ലാത്തൊരവസ്ഥയിൽ അവർ കഴിയുക. അവർ വിശ്വാസത്താൽ നീതീകരണം അന്വേഷിക്കാത്തതുകൊണ്ട് അവർ നീതീകരിക്കപ്പെട്ടില്ല, ക്ഷമ ലഭിച്ചു. ക്ഷമ കിട്ടി അവർക്ക്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ മനഃപൂർവ്വമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റിനെ ക്ഷമിക്കേണ്ട വ്യക്തി ക്ഷമിച്ചുവെങ്കിലും അദ്ദേഹം തെറ്റുകാരനല്ല എന്നാരും പറയില്ല. തെറ്റ് ചെയ്തു, പക്ഷെ ക്ഷമിച്ചു. അദ്ദേഹം തെറ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹം ക്ഷമിച്ചു. പക്ഷേ നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് തെറ്റ് ചെയ്തുവെങ്കിലും തെറ്റ് ചെയ്യപ്പെടാത്തവനായിട്ട് അദ്ദേഹത്തെ കാണുന്ന കാഴ്ചപ്പാടിന്റെ അവസ്ഥയാണ് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അതാണ് നീതി. ആ നീതിയാണ് വിശ്വാസത്താൽ ലഭിച്ചത്. തെറ്റ് ചെയ്യാത്തവനെ ക്ഷമ ലഭിച്ചു. യാഗം അർപ്പിച്ചപ്പോൾ അവർക്ക് ക്ഷമ കിട്ടി. ഇപ്പൊ ന്യായപ്രമാണ കാലഘട്ടം മുതൽ യേശുവിന്റെ കാലഘട്ടം വരെ അവർ പ്രാപിച്ചതാണ് ക്ഷമ. അവർക്ക് ക്ഷമ കിട്ടി. കർത്താവോട് ക്ഷമിച്ചു. നമുക്കറിയാം, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ആത്മാവ് മനുഷ്യനോട് ഇനി വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയല്ലയോ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. അപ്പൊ ആ ജഡത്താൽ, അവൻ ജഡത്തിൽ ജനിച്ച് ജഡമായിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് അവനോട് വാദിക്കത്തില്ല, അവനോട് വീണ്ടും വീണ്ടും ഇടപെടാത്ത സാഹചര്യം. അപ്പോഴാണ് കർത്താവ് അവർക്ക് പ്രമാണം കൊടുത്തത്, നിങ്ങൾ പാപം ചെയ്യുന്നു, യാഗം അർപ്പിക്കുന്നു, ക്ഷമ പ്രാപിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു മനസാക്ഷിയിൽ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകും, നിങ്ങളുടെ പാപത്തിന്, നീ പാപിയാണ്, പാപത്തിന് പരിഹാരം അർപ്പിക്കണം, പാപത്തിന് പരിഹാരം അർപ്പിച്ചാൽ ദൈവം ക്ഷമിക്കും. അപ്പൊ അവര് പാപം ചെയ്തു, പരിഹാരം അർപ്പിച്ചു, പാപം ചെയ്തു, യാഗം അർപ്പിച്ചു, പാപം ചെയ്തു, യാഗം അർപ്പിച്ചു. അപ്പൊ പാപം ചെയ്തിട്ട് യാഗം അർപ്പിക്കും, അവരുടെ അകത്തൊരു ചിന്തയാ, ദൈവം എന്നോട് ക്ഷമിച്ചു, കാരണം ഞാൻ യാഗം അർപ്പിച്ചത്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ, യാഗം അർപ്പിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അടുത്തൊരു തെറ്റാവർത്തിക്കാനായിട്ട് അവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല അത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രാപ്തിയും അവനില്ല. അപ്പൊ അവിടെ ജഡത്തോട് ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഗലാത്യ ലേഖനത്തില് 3-ാം അധ്യായത്തിൽ കാണുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന്. അപ്പൊ ന്യായപ്രമാണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രമാണങ്ങൾ അനുഷ്ഠിച്ച് എങ്ങനെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള
അപൂർവമായ ഓട്ടമായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ അവർക്കത് സാധിച്ചില്ല. നമ്മളതാണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും കാണും ന്യായപ്രമാണത്തിന് സാധിച്ചില്ല. റോമാലേഖനം 9-ാം അധ്യായത്തിൽ കാണുന്നു അവർക്ക് നീതി ലഭിച്ചില്ല. കാരണം അവർ പ്രവർത്തികളാൽ. നീതി ലഭിക്കാനായിട്ട് ഒറ്റ മാർഗമുള്ളൂ, പ്രവൃത്തിയല്ല, വിശ്വാസം. വിശ്വാസത്താൽ മാത്രമേ ഒരു വ്യക്തി നീതീകരിക്കപ്പെടൂ. അപ്പൊ അവർക്ക് ക്ഷമ ലഭിച്ചുകൊണ്ടിരുന്നു. ക്ഷമ തുടർച്ചയായിട്ട് അവർ ക്ഷമിക്കപ്പെട്ടു, ലംഘനം ക്ഷമിച്ചു. അതായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പദവി, അത് ക്ഷമ. അപ്പൊ അവര് പാപികളാണ്, ആ പാപി എന്ന നിലയിൽ തന്നെ തുടരുന്നു, പക്ഷെ ക്ഷമിച്ചു. പക്ഷെ പദവി നോക്കിയ പാപിയ. പക്ഷേ ഇത് ന്യായപ്രമാണം മുതൽ യേശു വരെ നിന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ക്ഷമയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാമിന് ക്ഷമയല്ല ലഭിച്ചത്, നീതിയാണ്. അതായത് അബ്രഹാം ദൈവത്താൽ വിളിച്ചിറക്കപ്പെട്ട അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരൂ. അബ്രഹാം പറഞ്ഞു, ഇല്ല, നടക്കുന്ന കാര്യമല്ല. ദൈവത്തോട് തർക്കിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു. പക്ഷെ ദൈവം അവിടെ വിശ്വസിച്ച് അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടു. അത് നീതിമാനായതുകൊണ്ടല്ല, വിശ്വസിച്ചവനെ നീതിയായി ദൈവം കണക്കിട്ടു. അപ്പൊ അവിടെ അവൻ, അയ്യോ ദൈവമേ ഞാൻ തെറ്റിപ്പോയി, എനിക്ക് കുറവുണ്ടായി, ഞാൻ നിലവിളിക്കൊന്നും ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഞാൻ പറഞ്ഞത് ശരിയാ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ പറഞ്ഞൊന്നും നടക്കത്തില്ല. കാരണം ഫോഷ്ക്ക് പറയുന്ന ദൈവത്തെ പോലെയാണ് അവൻ ദൈവത്തെ അവിടെ ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തോട് പറയുക, നീ എനിക്ക് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞൊരു കുഞ്ഞുങ്ങളെ തന്നില്ലല്ലോ. എന്റെ വീട്ടിലെ വേലക്കാരനെ എലയാസർ എന്റെ വസ്തുക്കൾക്കെല്ലാം അവകാശമാണ്. ദൈവം പറഞ്ഞപ്പോ ദൈവത്തോട് വിരോധമായി എതിർത്തു നിന്ന് സംസാരിക്കുകയാണ്. പിന്നത്തെ നമുക്കറിയാം, ഹാഗറിൽ ഒരു ഇസ്മായിൽ ജനിക്കുന്നു. പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നു, പരിഹസിക്കുന്നു ദൈവത്തെ. ഇവിടെ എല്ലാം നീതീകരിക്കപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഈ കുറവുകളൊന്നും കണക്കിടാതെ തന്നെ നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടാൻ അബ്രഹാമിന്റെ ജീവചരിത്രം അടുത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്? ദൈവം അവൻ അങ്ങനെ കണക്കിട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എത്ര തന്നെ പ്രയാസം നിറഞ്ഞതായിക്കോട്ടെ, God is there for you. If you believe, നീ വിശ്വസിക്കുമ്പോൾ നിന്നെ നീതീകരിക്കുന്ന ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. അപ്പൊ അവിടെ വിശ്വസിച്ച അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. അപ്പൊ ന്യായപ്രമാണം മുതൽ യേശുവിന്റെ കാലം വരെയാണ് ക്ഷമ. അതുകൊണ്ടാണ് റോമർ 10:4 പറയുന്നത്, വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ന്യായപ്രമാണം പൂർത്തിയായി. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി. ലവ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. അപ്പൊ ന്യായപ്രമാണമെല്ലാം യേശുവിൽ കംപ്ലീറ്റ് ആയി, പെർഫെക്റ്റ് ആയി തീർന്നു, എൻഡായി. ഇനി ന്യായപ്രമാണമില്ല. പക്ഷേ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, മനുഷ്യനോട് എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയല്ലയോ. മാൻ ഈസ് ഫ്ലഷ്. മനുഷ്യൻ ജഡമാണ്. ജഡത്തോട് ആത്മാവ് വാദിക്കുകയില്ല. ജഡപ്രകാരം ജനിച്ചത്. ഇവിടെ നമുക്ക് റോമാലേഖനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, ജഡപ്രകാരം ജനിച്ചവരല്ല മക്കൾ. നമുക്ക് റോമാലേഖനം 9-ാം അധ്യായം
അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവൻ എല്ലാം ഇസ്രായേലിൽ നിന്നും, അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിച്ചവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്ര സന്തതി എന്നെണ്ണുന്നു. അപ്പൊ അവിടെ പറയുന്നത് ജഡപ്രകാരമുള്ള സന്തതിയിൽ നിന്ന് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി. നമുക്കറിയാം, നിക്കോദീമോസ് കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചിട്ട്, കർത്താവെ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ടാണ്, ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നീ ചെയ്യുന്ന കാര്യമെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. കർത്താവിന്റെ മറുപടി അവനോട് ഇതായിരുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. അപ്പൊ 4-ാം വാക്യത്തിൽ അവൻ ചോദിച്ചു, അതെങ്ങനെയാ സാധ്യമാകുക? 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാ, ആത്മാവിലും വെള്ളത്താലും ജനിക്കാതെ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ അവിടെ ആത്മാവിൽ ജനിക്കുക. നമുക്കറിയാം, കർത്താവ് അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ജഡത്താൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്, ജഡത്താൽ ജനിച്ചത് ജഡം. ജഡത്തോട് ആത്മാവ് വാദിക്കത്തില്ല. അതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്. എന്നാൽ ഇവിടെ ക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ ആത്മാവിൽ വീണ്ടും ജനിച്ചവൻ, ബോൺ ഓഫ് സ്പിരിറ്റ് ആൻഡ് ബോൺ ഓഫ് വാട്ടർ, ആത്മാവിലും വെള്ളത്താലും ജനിച്ചവൻ. അപ്പൊ ആത്മാവിൽ ജനിച്ചതാരാ? ആത്മാവിൽ. അപ്പോ ജഡത്താൽ ജനിച്ചതിനോട്, ജഡമായതിനോട് ആത്മാവാദിക്കത്തില്ല. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ അവൻ ജഡത്താൽ ജനിച്ചത് എന്ന അവസ്ഥയിൽ നിന്ന് ആത്മാവിനാൽ വീണ്ടും ജനിച്ചവനായി മാറുകയാണ്. എങ്ങനെ? വിശ്വാസത്താൽ. അബ്രഹാമിന് ലഭിച്ചത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 8-ാം വാക്യം. അതിനർത്ഥം ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ. എന്താണ് ഈ വാഗ്ദത്തം എന്ന് പറയുന്നത്? വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കുക. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അപ്പൊ വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുകയാണ്, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാണ്. അപ്പൊ അവർ കാത്തിരുന്ന വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവ്. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആത്മാവാണ് നമുക്ക് നൽകപ്പെട്ട വാഗ്ദത്തം. ആമേൻ. ഇപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിക്കുക, ജഡപ്രകാരം ജനിച്ചവരല്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാ മക്കൾ. ഇപ്പൊ എന്താണ് വാഗ്ദത്തം? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. എങ്ങനെയാണ് പ്രാപിക്കുന്നത്? വിശ്വാസത്താൽ. എന്താണ് വിശ്വസിക്കേണ്ടത്? അപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിക്കുക, അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ ഒരു വ്യക്തി യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ ദൈവത്താൽ ജനിച്ചവനാകുക. അതായത് നമ്മൾ ജഡപ്രകാരം നമുക്ക് ഒരു ഭൗതികമായ മാതാവും പിതാവും, അവർക്ക് നമ്മുടെ ശരീരത്തിന് മേൽ ഒരു അവകാശമുണ്ട്, അല്ലേ? നമ്മൾ പറയും,
അതെന്റെ അമ്മയും അപ്പനും നമ്മൾ പറയും. ആ സ്ഥാനം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ ഒരു പദവി നമ്മൾ തിരിച്ചറിയുമ്പോൾ, അവർക്ക് ജഡപ്രകാരം നമ്മുടെ മേലൊരു അധികാരമുണ്ട്, അവകാശം. എന്നാൽ ഇവിടെ പറയുകയാണ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ. എന്താണ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നത്? യേശുവിൽ പിതാവിന്റെ ആത്മാവ് വസിച്ചു, ആകയാൽ യേശു ക്രിസ്തു. ക്രിസ്തു എന്നാൽ അഭിഷേകം പ്രാപിച്ചവൻ, അനോയിന്റഡ് വൺ. അങ്ങനെ മനുഷ്യനിൽ ദൈവം വസിച്ചു, ദൈവം വസിച്ച മനുഷ്യൻ, ദൈവത്തിന്റെ പൂർണ്ണത വസിച്ച മനുഷ്യരൂപം, അതാണ് യേശു ക്രിസ്തു. കൊലോസ്യ ലേഖനം 2:9 പറഞ്ഞ അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു. അവനിലാണ് പൂർണ്ണത ഇരുന്നത്. അത് നമുക്കൊരു മാതൃകയാണ്. എന്താണെന്നറിയാം? എന്ത് മാതൃകയാണ്? യേശുവിന്റെ ദേഹത്തിൽ വസിച്ച അതേ പിതാവിന്റെ പൂർണ്ണത എന്നിൽ വസിക്കും. അതാണ് യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുമ്പോൾ ഒരുവനിൽ സംഭവിക്കുന്ന വലിയ രൂപാന്തരം. അപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടാവുക, യെസ്, എനിക്ക് ജഡപ്രകാരം എനിക്ക് ജന്മം തന്നത് ഭൂമിയിലെ മാതാപിതാക്കൾ, പക്ഷേ എന്റെ ജീവന്റെ ഉടയവൻ ദൈവമാണ്. അവൻ എന്റെ അകത്ത് വസിക്കും. ജീവന്റെ ഉടയവൻ എന്റെ ഉള്ളിലുണ്ട്. ജഡപ്രകാരം എന്റെ ചുറ്റുപാടുകൾ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അകത്തെ ജീവൻ ദൈവത്തിന് ജീവനാകൊണ്ട് ഒരു തിന്മയും എന്നെ വാഴുകയില്ല എന്ന ബോധ്യമാണ് വീണ്ടും ജനിച്ചവന്റെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. അപ്പൊ അതായത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്ത് വിശ്വസിച്ചു? യേശുവിനെ ക്രിസ്തുവെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതായത് പ്രാപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ അകത്തുണ്ടായിരുന്ന ആത്മാവിനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. എന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം ഉണ്ടായി, ഞാൻ ദൈവത്താൽ വീണ്ടും ജനിച്ചവനാകിയാൽ ശാപം എന്റെ മേൽ വാഴുകയില്ല, രോഗം എന്റെ മേൽ വാഴുകയില്ല, പ്രതികൂലം എന്റെ മേൽ വാഴുകയില്ല, പാപത്തിന്റെ അധികാരം എന്റെ മേൽ വാഴുകയില്ല, കടഭാരം എന്റെ മേൽ വാഴുകയില്ല, അടിമത്വം എന്റെ മേൽ വാഴുകയില്ല. അതെ, റോമാലേഖനം 8:15 പറയുന്നു, പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ അകത്ത് വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുക. അതെ, അപ്പൊ എന്റെ വാഗ്ദത്തം എന്താണ്? എന്റെ വാഗ്ദത്തം എന്താണെന്നറിയോ? ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നതാണ് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിൽ ഞാൻ ക്ഷമ പ്രാപിക്കല്ല ചെയ്തത്, ഞാൻ നീതീകരിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം 25-ാം വാക്യം 26-ാം വാക്യം പറയുന്നത്, വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരും താൻ നീതിമാനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകേണ്ടതിന് യേശുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഏത് ജീവിത നിലവാരത്തിലുള്ളവരായിക്കോട്ടെ, ഗോഡ് ലവ്സ് യു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. എന്തിനേക്കാൾ ഉപരി കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ വീഴുവാൻ, തകരുവാൻ, ശാപത്തിന് കീഴിൽ അടിമത്വത്തിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗോഡ്സ് പ്ലാൻ ഈസ് ഓൾവേസ് ദി ബെസ്റ്റ് ഫോർ യു. നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ പദ്ധതി ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഉള്ളിൽ പിശാച് നുണ വിതച്ചിട്ടുണ്ടോ? നീ കൊള്ളത്തില്ലാത്തവന്, നീ തകർന്നു പോകും, നിനക്ക് ക്ഷമ കിട്ടത്തില്ല, നീ വലിയ പാപം ചെയ്താണ്, നീ എല്ലാരെയും പോലല്ല, അവരെ പോലല്ല, ഇവരെ പോലല്ല. ചുറ്റുപാടുകൾ നിങ്ങളെക്കുറിച്ച് നുണ പിശാച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് രണ്ടും പൊളിച്ചു കളയാനായിട്ട് ആമേൻ ക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ സാധ്യമാണ്. വിശ്വസിക്കാമോ? ഞാൻ ദൈവത്താൽ വീണ്ടും ജനിച്ചവനാണെന്ന് വിശ്വസിക്കാമോ? ദൈവം എന്നിലാണെന്ന് വിശ്വസിക്കാമോ? യെസ്, നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെത്തിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. ആകയാൽ പൂർണ്ണ ബോധ്യത്തോടെ നീതീകരിക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 5:21 പറയുന്നു, നാം അവന്റെ നീതിയാകേണ്ടതിന് അത്
2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ ഒന്ന് വായിക്കാം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ നാം ദൈവത്തിന് നീതിയാകേണ്ടത് നമ്മളായതല്ല, പുത്രനെ പാപമാക്കിയതുപോലെ എന്നെയും നീതിയാക്കി. യേശു പാപം ചെയ്തിട്ടല്ല പാപമായത്, ഞാൻ നീതി ചെയ്തിട്ടല്ല നീതിയായത്. അതേ പ്രിയപ്പെട്ടവരെ, ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. സ്വതന്ത്രമായി, കുറ്റബോധത്തിൽ നിറഞ്ഞല്ല, സ്വാതന്ത്ര്യത്തോടെ സ്വസ്ഥതയോടെ വാഴാം. ആമേൻ. വീണ്ടും നിങ്ങളുടെ അകത്തുനിന്ന് പറയാൻ സാധിക്കുമോ, ഞാൻ വാഗ്ദത്തത്താൽ ജനിച്ചവനാണ്, ആത്മാവിൽ ജനിച്ചവൻ, ശാപമോ രോഗമോ ദാരിദ്ര്യമോ എന്റെ മേൽ വാഴുകയില്ല. പൂർണ്ണബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നവരുടെ അകത്ത് കർത്താവ്, പ്രത്യേകിച്ച് ചുറ്റുപാടുള്ള ആളുകൾ ഇവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവർ തെറ്റായ കാര്യം ഇവരെ കുറിച്ച് മനസ്സിലാക്കി ഉള്ളിൽ വേദനയോടെ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾക്ക് കുറ്റം ആരോപിക്കപ്പെട്ട് മുറിവേറ്റു കഴിയുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. നാഥന്റെ വലിയ സ്വസ്ഥത അവരുടെ ജീവിതത്തിലേക്ക് പുറപ്പെടട്ടെ, വെളിപ്പെടട്ടെ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ കുറ്റബോധം മാറിപ്പോകട്ടെ. അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നുണയുടെ ആത്മാവിന്റെ നുണയുടെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. കർത്താവ്, അവരുടെ ഉള്ളിൽ നിൽക്കുന്ന കുറ്റബോധം, പിശാചിന്റെ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന നുണ, ഞാൻ കൊള്ളത്തില്ലാത്തവനാ, എൻ്റെ ജീവിതത്തിൽ ശാപമുണ്ട്, ഞാൻ തകർന്നവനാ, ഞാൻ തരിപ്പണമായവനാ, അവരുടെ ജീവിതത്തിന് അവർക്ക് അവരെ കുറിച്ച് തന്നെ വന്നിരിക്കുന്ന നുണകൾ, പിശാചിട്ടിരിക്കുന്ന നുണകൾ പൊളിയട്ടെ. നീതിബോധം അവരുടെ അകത്ത് വരട്ടെ. ആ നീതിമാൻ എന്ന ബോധ്യത്തോടുകൂടെ സൗഖ്യം എൻ്റെ അവകാശമാണ്, നീതി എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്, സമ്പത്ത് എൻ്റെ അവകാശമാണ്, വിടുതൽ എൻ്റെ അവകാശമാണ്, പുത്രത്വം എൻ്റെ അവകാശമാണ്, ധൈര്യം എൻ്റെ അവകാശമാണ്, അധികാരം എൻ്റെ അവകാശമാണ് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ഇരുട്ടിന്റെ അധികാരങ്ങളോട് ജയത്തോടെ ജീവിപ്പാൻ, ജയത്തിന്റെ ബോധ്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. നീതീകരിക്കപ്പെട്ടവരത്, അത് വാഗ്ദത്തത്താൽ വിശ്വാസത്താൽ നടന്ന കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ആ നീതിബോധം നിങ്ങളെ വാഴട്ടെ. ഒരിടത്ത് നിങ്ങൾ നിരാശ കൊണ്ട് നിറയേണ്ട, നീതിബോധമുള്ളവരായി നിൽക്കുക. ഈ ഞങ്ങൾക്ക് ചില പുസ്തകങ്ങളുണ്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, സൗജന്യമായി ലഭിക്കാനായിട്ട്, തികച്ചും സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. അത് നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹമായിരിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിൽ നിൽക്കാം. ഗാഡ് ബ്ലസ് യു. ആമേൻ.